സ്തുതിയിൻ രാജാവും രക്ഷ തരുന്നോനും ഈശോ മസിഹായേ നീയായിടുന്നു നിരപ്പേറും നന്ദിയും നീതി വിളങ്ങിയിടും നല്ലോരു രാത്രിയും അടിയാർക്കു നൽകണമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന വിഷയം അർപ്പണമായ ആരാധന. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം വിധവയുടെ വഴിപാടാണ്. എന്നെ കൂടുതലായി ആകർഷിച്ചത് 41-ാമത്തെ വാക്യമാണ്. യേശു ദേവാലയത്തിലെ ധനപ്പെട്ടിയുടെ സമീപത്ത് ഇരുന്ന് ആളുകൾ അതിൽ പണം ഇടുന്നത് ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു. ദൈവം നമ്മളെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരാധനകളും നമ്മുടെ വഴിപാടുകളും എപ്രകാരമാണെന്ന് ദൈവം നോക്കുന്നു. അർപ്പണമായ ആരാധനയാണോ അതിലുള്ളത്? ഹൃദയപൂർവമായിട്ടുള്ള ആരാധനയാണോ അതിലുള്ളത് എന്ന് ദൈവം നോക്കുകയും അതിൽ ഹൃദയപൂർവമാണെങ്കിൽ അതിൽ ദൈവം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 തരം പ്രാർത്ഥനകളെ പരിചയപ്പെടുത്തട്ടെ. ഒന്ന്, യാക്കോബിന്റെ പ്രാർത്ഥന. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. യാക്കോബ് അവിടെ പല കണ്ടീഷൻസ് വെക്കുകയാണ്. അതെല്ലാം നിവൃത്തിയാകുമെങ്കിൽ മാത്രം യഹോവ എനിക്ക് ദൈവമായിരിക്കും എന്ന് യാക്കോബ് പറയുകയാണ്. അതുമാത്രമല്ല, ഒരു ദേവാലയം പണിയുന്നത് കൂടെ യാക്കോബ് അവിടെ പറയുന്നു. ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നാൽ ഞാൻ യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം ഉണ്ടാക്കും. വേറൊരു തരത്തിലുള്ള പ്രാർത്ഥന, ഹബക്കുക്കിന്റെ പ്രാർത്ഥന. ഹബക്കുക്ക് പ്രാർത്ഥിക്കുന്നു, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഇന്ന് നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും എപ്രകാരമാണ്? പ്രയാസ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും എന്ന്. ഈ ആത്മാർത്ഥതയും മനോഭാവവും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടോ? നിന്റെ സാന്നിധ്യം എനിക്ക് മതി എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇനി 2 തരം ആരാധനകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തട്ടെ. അപ്പോസ്തലനായ പൗലോസും സീലാസും അവരെ ദ്രോഹിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. ആ വേദനയുടെ മധ്യേയും അർദ്ധരാത്രിക്ക് പൗലോസും സീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. മറ്റ് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ദേവാലയങ്ങളിൽ ഉള്ള പല ആരാധനകളും ഇങ്ങനെ തന്നെയാണ്. ഒരു കൂട്ടം ആൾക്കാർ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനായിട്ട് ദേവാലയത്തിൽ കടന്നു വരുന്നു. മറ്റു ചിലർ അത് ശ്രദ്ധിക്കുവാനായിട്ട് കടന്നു വരുന്നു. എന്ന് നമ്മൾ അതിൽ ഏത് കൂട്ടത്തിലുള്ളതാണ്? നമ്മൾ എങ്ങനെ ഉള്ള മനോഭാവത്തിലാണ് ഇന്ന് ആരാധനയ്ക്കായി കടന്നു വരുന്നത്? സങ്കീർത്തനം 22:3 പറയുന്നു, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ദൈവം വസിക്കുന്നത് നമ്മുടെ സ്തുതികളിലാണ്. വലിപ്പമുള്ള ആരാധന ആലയങ്ങളിലല്ല, ആരാധന ആലയത്തിന്റെ സൗന്ദര്യത്തിലുമല്ല. ദൈവം വസിക്കുന്നത് നമ്മുടെ സ്തുതികളിലാണ്. ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ, തന്റെ മക്കൾ ദൈവത്തെ ഹൃദയപൂർവ്വം ആശ്രയിക്കുന്നതിലാണ്,
ഹൃദയപൂർവ്വം ആരാധിക്കുന്നതിലാണ്. അതിൽ തന്നെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരികയും ദൈവം സന്തോഷിക്കുന്നതും. ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും എപ്രകാരമാണ്. കണ്ടീഷണൽ ആയിട്ടുള്ള പ്രാർത്ഥനകളാണോ, കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണോ? ദൈവം ആഗ്രഹിക്കുന്നത് കൺവിക്ഷണൽ പ്രേയേഴ്സ് ആണ്, ഹൃദയപൂർവമായിട്ടുള്ള ആരാധനകളാണ്, ഹൃദയപൂർവമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഈ നോമ്പ് കാലത്തിൽ ദൈവം നമ്മളെ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിനായി നമ്മളെ ഒരുക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.